ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള മത്സരത്തിന് തരൂർ ഇറങ്ങി നിന്നാൽ അത് കേരളത്തിൽ വേറിട്ട ഒരു രാഷ്ട്രീയ പ്രഖ്യാപനമാകും. ഇതുവരെ ഇവിടെ മുഖ്യമന്ത്രിമാരായവരുടെ കളരിയിലല്ല തരൂർ വളർന്നത്. ഔദ്യോഗിക ജീവിതത്തിന്റെ അവസാന കാലത്ത് മാത്രം രാഷ്ട്രീയ നേതാവായ ആളുമാണ്. ഞാൻ നിങ്ങളുടെ മുഖ്യമന്ത്രിയാകാൻ തയ്യാർ, വേണമെങ്കിൽ സ്വീകരിക്കൂ എന്നാണ് പരസ്യ പ്രതികരണങ്ങളിലൂടെയും അഭിമുഖങ്ങളിലൂടെയും ശശി തരൂർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ വസ്തുത ഉൾക്കൊള്ളാനാവാത്തതിന്റെ ഞെട്ടലാണ് ഇതുവരെ ഇവിടെ നേതൃസ്ഥാനത്തുണ്ടായവരിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിൽ നിന്ന് പുറത്തുപോയാൽ ശശി തരൂർ ഒരു പാർട്ടി ഉണ്ടാക്കണമെന്നൊന്നും നിർബന്ധമില്ല. കോൺഗ്രസുകാരനോ കമ്മ്യൂണിസ്റ്റുകാരനോ അല്ലാതിരുന്ന പട്ടം താണുപിള്ള മുഖ്യമന്ത്രിയായ ചരിത്രം കേരളത്തിലുണ്ട്. അന്ന് കോൺഗ്രസുകാരൻ അല്ലാതിരുന്ന NSS സ്ഥാപകൻ മന്നത്ത് പത്മനാഭനാണ് പട്ടത്തിന് നേതൃസ്ഥാനത്തേക്ക് വഴിയൊരുക്കിയത്. ആർ ശങ്കറിനെ വാഴിക്കാതിരിക്കാൻ ചെയ്തതാണെങ്കിലും ഭൂരിപക്ഷം കിട്ടിയ കോൺഗ്രസിനെ വശത്തിരുത്തി പട്ടം മുഖ്യമന്ത്രിയായി. ആ വഴിയിലേക്കാണ് ശശി തരൂർ ഇപ്പോൾ ഒരു കൊഴു നീട്ടിയെറിഞ്ഞിരിക്കുന്നത്.